തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ ഗുരുതര ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻലാൽ. തരൂർ BJPയിൽ ചേരാൻ പലതവണ BJP നേതാക്കളുമായി ചർച്ച നടത്തി. എന്നാൽ പാർട്ടി പ്രവേശനം നടന്നില്ല. ഇലക്ഷന് മുൻപേ തന്നെ BJPയിൽ പോകാൻ ശ്രമിച്ച ആളാണ് ശശി തരൂരെന്നും ഷൈൻലാൽ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മാനം ചേർന്നുണ്ട്. ശിവദാസ, ശശി തരൂരിനെതിരെ വീണ്ടും കോൺഗ്രസിൽ പടയൊരുക്കങ്ങൾ പുകയുകയല്ലേ? തീർച്ചയായും വിഷ്ണു, ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള ഭിന്നതയും അദ്ദേഹത്തിനെതിരെയുള്ള പടയൊരുക്കവും തുടരുക തന്നെയാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ BJPയിലേക്ക് നിരവധി കോൺഗ്രസ് നേതാക്കൾ, ജില്ലയിലെ നേതാക്കൾ BJPയിൽ മെമ്പർഷിപ്പ് എടുത്തു. അതോടൊപ്പം തന്നെ CPMൽ അടക്കം മെമ്പർഷിപ്പ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ശശി തരൂരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പടയൊരുക്കം കഴിഞ്ഞ ദിവസം വിമതനായി ഒരു സ്ഥാനാർത്ഥിയെ മത്സരരംഗത്ത് ഇറക്കുകയും ചെയ്തിരുന്നു. വിമതരായിട്ടുള്ള ഒരു സംഘം ആളുകൾ യോഗം ചേരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് ഷൈൻലാൽ, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം ഇപ്പോൾ ശശി തരൂരിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ശശി തരൂർ നേരത്തെ തന്നെ BJPയിലേക്ക് പോകാൻ വേണ്ടി പല രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. 2022 ഒക്ടോബർ മുതൽ 2023 വരെ ആ ചർച്ചകൾ തുടർന്നു. BJPയിലെ ദേശീയ തലത്തിലുള്ള പ്രധാന നേതാക്കളുമായി ഹിമന്ത ബിശ്വ ശർമ്മ, അതോടൊപ്പം തന്നെ RSSന്റെ സൈദ്ധാന്തികൻ അടക്കമുള്ള ഗുരുമൂർത്തി അടക്കമുള്ള പ്രധാന നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ ചർച്ചകൾ പിന്നീട് ഫലവത്തായില്ല. പക്ഷെ ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിൽ തന്നെ തുടരുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചായ്വ് BJPയോടാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനോട് അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ഇല്ല, മമതയില്ല എന്നാണ് പ്രധാനമായും ഈ പോസ്റ്റിൽ പറയുന്നത്. ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് ഷൈൻലാൽ ആണ്. ഷൈൻലാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഈ UDFന്റെ വിമത സ്ഥാനാർത്ഥിയായി അദ്ദേഹം ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭിന്നത ഇപ്പോഴും തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥിക്കെതിരെ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.